90 ദിവസത്തേക്ക് അമേരിക്ക പ്രഖ്യാപിച്ച താരിഫ് പ്ലാനുകൾ താൽക്കാലികമായി ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളൊരു വ്യാജ വാർത്ത വന്നതിന് ശേഷം അമേരിക്കൻ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലായി. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ തുടക്കത്തിൽ ഹെവി സെല്ലിങ്ങോട് കൂടിയാണ് അമേരിക്കൻ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് പ്ലാനുകൾ 90 ദിവസത്തേക്ക് താൽക്കാലികമായി ഹോൾഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്നൊരു വ്യാജ വാർത്ത മാർക്കറ്റിലെത്തി. ഇതേ തുടർന്ന് ഇൻഡെക്സസുകളിൽ, അതായത് അമേരിക്കൻ ഇൻഡെക്സസുകളിൽ ശക്തമായ ബൈയിങ് വന്നു. അതേസമയം ഈ വാർത്ത വ്യാജമാണെന്നും ചൈനയ്ക്കെതിരെ കൂടുതൽ ലെവി അല്ലെങ്കിൽ കൂടുതൽ താരിഫ് അമേരിക്ക ഏർപ്പെടുത്താൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു കൺഫർമേഷൻ വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ദിവസം ഡോ ജോൺസ് 0.9 S&P 0.2 നാസ്ഡാക്ക് 0.1% ഹയർ സൈഡിലും ക്ലോസിംഗ് നൽകി. ഡോ ജോൺസും S&Pയും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും നെഗറ്റീവ് സൈഡിൽ തന്നെയാണ് ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ ഒരു ബോട്ടം ലെവലിലുള്ള അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിലുള്ള ഒരു ബൈയിങ് കാണാൻ സാധിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും എൻവിഡിയ പോലുള്ള ടെക് സ്റ്റോക്കുകളിൽ ബൈയിങ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ ടെക് ഇൻഡെക്സായ നാസ്ഡാക്ക് മാർജിനലി പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയത്. ഇത് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ചിലപ്പോൾ ഒരു റിക്കവറി ആക്ഷന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചേക്കും. ഏപ്രിൽ 9 വരാൻ പോകുന്ന RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ PSU സെക്ടറിലെ 2 ബാങ്കിംഗ് സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാൻ പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ UBS ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റോക്ക് SBI. SBI കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2.4% ഇടിഞ്ഞ് 750 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 912, 52 വീക്ക് ലോ 680. SBIയിൽ വന്ന കറക്ഷൻ സ്റ്റോക്കിനെ അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോയിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് UBSൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. UBS SBIയുടെ റേറ്റിംഗ് സെല്ലിൽ നിന്നും ന്യൂട്രലിലേക്ക് മാറ്റുകയും ടാർഗറ്റ് 840 ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഇളവ് മാർക്കറ്റിൽ എനഫ് ലിക്വിഡിറ്റി ഉറപ്പാക്കുന്നു. കൂടാതെ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിലും 25 ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിന് അനുകൂലമായ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. അതേസമയം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത് ബാങ്കുകളുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് UBSൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ബാങ്കിൻ്റെ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലെൻഡിംഗ് റേറ്റുമായി ബന്ധപ്പെട്ട വായ്പാ നിരക്ക് മറ്റുള്ള പ്രൈവറ്റ് ബാങ്കുകളെക്കാളും 40% കുറവാണ്. ഇതിൻ്റെ ബെനിഫിറ്റും SBIക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ SBIയുടെ അസറ്റ് ക്വാളിറ്റിയിലും മാറ്റമില്ലാതെ തുടരുമെന്നാണ് UBS പ്രതീക്ഷിക്കുന്നത്. കൂടാതെ 2026-27 ഫിനാൻഷ്യൽ ഇയറിൽ SBIയുടെ ഏണിംഗ് പെർ ഷെയറിൽ 5% അടുത്ത് വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. 26-27 ഫിനാൻഷ്യൽ ഇയറിൽ ബാങ്കിൻ്റെ ROA 1% താഴെയായിട്ടാണ് UBS കാണുന്നത്. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ചാണ് UBS സ്റ്റോക്കിന് ന്യൂട്രൽ എന്ന റേറ്റിംഗും 840 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. UBS റെക്കമെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് ബാങ്ക് ഓഫ് ബറോഡയാണ്. ബാങ്ക് ഓഫ് ബറോഡ 229 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് 290 രൂപയുടെ ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. അട്രാക്റ്റീവ് വാല്യൂഷൻ, ശക്തമായ ക്രെഡിറ്റ് ഗ്രോത്ത് എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് ബൈ എന്ന റേറ്റിംഗ് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ UBS നൽകിയിരിക്കുന്നത്. MCR ലിങ്ക്ഡ് ലോണുകളിലേക്കുള്ള ബാങ്കിൻ്റെ എക്സ്പോസർ കൂടി പരിഗണിക്കുകയാണെങ്കിൽ അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോയിൽ സ്റ്റോക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കൂടാതെ റീസെൻ്റ്ലി മാർക്കറ്റിൽ വന്ന കറക്ഷനും സ്റ്റോക്കിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോയെ ഫേവറബിൾ ആക്കിയിട്ടുണ്ട്. 2026-27 സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ റിട്ടേൺ ഓൺ അസറ്റിൽ 0.9%, റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ 13% വളർച്ച UBS പ്രതീക്ഷിക്കുന്നു. കൂടാതെ ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് MSME, റീറ്റെയിൽ തുടങ്ങിയ സെക്ടറുകളിലുള്ള എക്സ്പോസർ കൂടുതലാണ്. ഇതുമൂലം 12% ക്രെഡിറ്റ് ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നു. ബാങ്കിൻ്റെ ലോൺ ഡെപ്പോസിറ്ററി റേഷ്യോ അല്ലെങ്കിൽ LDR 83%, ലിക്വിഡിറ്റി കവറേജ് 130% ഇതും വരും സമയങ്ങളിൽ ഫ്യൂച്ചർ ഗ്രോത്തിനുള്ള സ്പേസ് ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് നൽകുന്നുണ്ട്. ഇൻറ്റേർണൽ ലോൺ ഡിസ്ട്രിബ്യൂഷനിൽ 12% വളർച്ച റീസെൻ്റ്ലി കമ്പനി കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ക്രെഡിറ്റ് ചെലവുകളും കമ്പനി ഡീസൻ്റായി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ ഫാക്റ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് 290 രൂപയുടെ ടാർഗറ്റ് UBS എന്ന അനലിസ്റ്റ് നൽകിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.